ഭയങ്കര ഒരു മാസ് പരിവേഷമോ സീരിയസ് കോണ്ടന്റ്സോ അല്ലെങ്കിൽ ക്യാമിയോസ് BGMs ഇതൊന്നും വേണമെന്നില്ല. ഒരു നിസ്സാര ഒരു സിമ്പിൾ ആയ ഒരു പടം എടുത്താൽ മതി. ഈ ഒരു പടത്തിന്റെ കാര്യം എടുത്താല് ദ ഹീറോ ഇസ് നോട്ട് ആക്ച്വലി എ ഹീറോ, ഹീസ് ജസ്റ്റ് എ മെയിൽ ലീഡ്. ആ മെയിൽ ലീഡിനെ എല്ലാവരും ബാക്കിയുള്ള എല്ലാ സഹനടന്മാരും ഒരു ഹീറോ പരിവേഷം കൊടുക്കണമെന്നില്ല. അതില്ലാതെ തന്നെ വിൽ ഗെറ്റ് ദാറ്റ് attention if the film is really worth it. അതുപോലെ തന്നെ ഫീമെയിൽ ലീഡ് എടുത്താലും എ ഫീമെയിൽ ലീഡ് നീഡ് നോട്ട് ബി ടു ഫെമിനിൻ ഓർ ടു മച്ച് എന്താ പറയാ ക്യൂട്ട്നെസ് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇത് രണ്ടും ഇല്ലാതെ തന്നെ ആ ഹീറോയും അതേ ഫീമെയിലും ദേ ജസ്റ്റ് റോക്ക് ദറ്റ്. പക്ഷെ ഈ ഫീമെയിലും മെയിലും ആ ഒരു നിവിൻ പോളി ആയാലും മമത ബൈജു ആയാലും അവർ ആ സ്ക്രീൻ ശരിക്കും സ്റ്റീൽ ചെയ്യുന്ന ആ സമയത്ത് പോലും എല്ലാ ക്യാരക്ടർ റോൾസ് ചെയ്ത എല്ലാ സൈഡ് ക്യാരക്ടേഴ്സിനും അവർക്ക് അവരുടേതായ റോളുള്ള ഇമ്പോർട്ടൻസ് ഒന്നും കുറയ്ക്കാതെ ഇതിനൊക്കെ ഉള്ള കാര്യം ചില ബീങ് എ റൈറ്റർ ഐ വിൽ സേ ദ ബ്യൂട്ടി ഇൻ സ്ക്രിപ്റ്റിംഗ് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ്. ഒട്ടും ലാഗ് അടുപ്പിക്കാതെ, ഒട്ടും ഇമോഷണൽ കണക്ട് നഷ്ടപ്പെടാതെ, വേറെ ഒരു വലിയ ഭൂലോക കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ നിസ്സാരമായിട്ട് ചെയ്ത, വളരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഗിരീഷ് ഷെഡി ഫിലിം. ആൻഡ് പലർക്കും സർവം മായയാണ് നിവിൻ പോളിയുടെ OG comeback. But for me, I will say it is definitely not Sarvam Maya. It is Bethlehem Film Unit. That's what I'm too happy. Definitely Onam. I don't think there is a competition. എപ്പോഴും നമുക്ക് ഒരു മാസ് പടം വേണമെന്നില്ല. ഇത് ഓണം തൂക്കി. Definitely. Okay, thank you.